വെൽക്കം ടു പ്ലാൻ സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ ജെനറ്റിക്സിൽ മെൻഡേലിയൻ ജെനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ അതിന് ആൾട്ടർനേറ്റീവായിട്ട് ചില ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു മെൻഡേലിയൻ ജെനറ്റിക്സ് ഇടുന്നില്ല. ആൾട്ടർനേറ്റീവായിട്ട് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു ലാർജ് ടോപ്പിക്കും ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ജീൻ എക്സ്പ്രഷനിൽ വരുന്ന ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് എടുക്കുന്നത്. അതായത് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് വാട്ട് ഇസ് എ ജീൻ, ലൊക്കേഷൻ, സ്ട്രക്ചർ, ടൈപ്സ് ആൻഡ് ജീനും ജീൻ എക്സ്പ്രഷനും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഈ 5 ടോപ്പിക്കാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എന്നാൽ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാൻ സാപ്പിയൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് എ ജീൻ? എന്താണ് ഒരു ജീൻ? ഒരു ജീനും ക്രോമസോം അല്ലെങ്കിൽ DNA തമ്മിലുള്ള ബന്ധം എന്താണ്? ജീൻ വേഴ്സസ് ക്രോമസോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ക്ലാസ് ഞാൻ ഇതിനു മുന്നേ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് കണ്ടതിന് ശേഷം ഇത് കണ്ടാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് കണ്ടാലും നമുക്ക് ജീൻ എന്താണെന്നുള്ളൊരു കംപ്ലീറ്റ് ഐഡിയ കിട്ടും. ജീൻ ഈസ് എ സെഗ്മെന്റ് ഓഫ് DNA. നമുക്ക് DNA അറിയായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു DNAയുടെ ഒരു സ്ട്രക്ചർ ഒരു സെഗ്മെന്റ് മാത്രമാണ് നമ്മളുടെ DNA. നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാകും. ഒരു സെല്ലുണ്ട്, സെല്ലിൻ്റെ ഉള്ളിൽ കുറേ ക്രോമസോംസ് ഉണ്ട്. ആ ക്രോമസോം എന്ന് പറയുന്നത് എന്താ? DNA പാക്ക് ചെയ്തിട്ടാണ് ക്രോമസോം ഉണ്ടായിട്ടുള്ളത് അല്ലേ? അതായത് ഈ ഒരു ക്രോമസോമിൻ്റെ ഉള്ളിലാണ് നമ്മുടെ DNA ഉള്ളത്. ഈ DNAയുടെ ഏതെങ്കിലും ഓരോ സെഗ്മെന്റിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുക. ഓക്കെ, DNAയുടെ സെഗ്മെന്റ് ആണ് ജീന്. ആ ജീനിനുള്ളിലാണ് ഈ ന്യൂക്ലിയോ ബേസസ് ഒക്കെ കാണുന്നത്. ഓക്കെ, അത് സ്ട്രക്ചറൊക്കെ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പം എന്താണ് ജീൻ എന്ന് മാത്രം അറിഞ്ഞിരിക്കാം. ജീൻ ഈസ് എ സെഗ്മെന്റ് ഓഫ് DNA. എന്തിനാണ് ഈ ഒരു ജീനിനുള്ളിൽ കുറേ പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീൻസിനെ മേക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ്, പ്രോട്ടീൻസ് അല്ല, പ്രോട്ടീനെ ഉണ്ടാക്കാനുള്ള കുറേ സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഒരു ജീൻ. കോഡോൺ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം എന്താണ് കോഡോൺസ് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം DNAയുടെ ഒരു സെഗ്മെന്റ് ആണ് ജീന്. ജീന് എന്ന് പറയുന്നത് കുറേ സന്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ് പ്രോട്ടീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജീൻസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി. പാരമ്പര്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം. നമ്മൾ മെന്റൽ എടുക്കുമ്പോൾ അവിടെ ജീനാണ് പാരന്റിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് പോകുന്നത്. ഓക്കെ, പാരമ്പര്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ജീനാണ്. ഇതാണ് ബേസിക്കലി എന്താണ് ജീന് എന്നുള്ളത്. നമുക്ക് ജീനിന്റെ ലൊക്കേഷൻ നോക്കാം. വേർ ആർ ജീൻസ് ഫൗണ്ട്? ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം. ക്രോമസോമിലാണ്, DNAയിൽ ക്രോമസോമിലാണ് ജീൻ ഉള്ളത്. അപ്പോൾ ഹ്യൂമൻസ് ഹാവ് 23 pairs ഓഫ് ക്രോമസോം. ഓക്കെ, മനുഷ്യന്മാർക്ക് 23 പെയർ ഉണ്ട്, അല്ലെങ്കിൽ 46 ക്രോമസോം ഉണ്ടല്ലേ? ആ ഓരോ ക്രോമസോമിലും തൗസൻഡ്സ് അല്ലെങ്കിൽ 100, 100, 1000 അത്രയും കണക്കിന് ജീൻസ് ഓരോ ക്രോമസോമിലും കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ക്രോമസോമിൽ DNAയുടെ ഉള്ളിലാണ്, DNAയുടെ ഒരു സെഗ്മെന്റ് ആയിട്ടാണ് നമ്മൾ ജീന് പഠിച്ചത് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ട് ഇതാണ് ക്രോമസോം. ക്രോമസോമിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കിട്ടി? ജീന് കിട്ടി, അതായത് DNA കിട്ടി. DNAയുടെ ഒരു സെഗ്മെന്റ് ആയിട്ടുള്ള ജീൻ ഉണ്ടാവും. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇതൊരു ഹ്യൂമൻ കാരിയോടൈപ്പ് ആണ്. ഈ ഒരു ഹ്യൂമൻ കാരിയോടൈപ്പ് നമ്മൾ എല്ലാ 23 പേർ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പിക്ചർ കൊടുത്തതാണ്. ദെൻ ദ സ്ട്രക്ചർ ഓഫ് എ ജീൻ. ഒരു ജീനിന്, ഒരു ടിപ്പിക്കൽ ജീനിന് എന്തൊക്കെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും? അത്രയും സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമുള്ളത് ഒരു പ്രൊമോട്ടർ റീജിയൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെഗുലേറ്ററി ജീൻസ്, ടൈപ്പ് ഓഫ് ജീൻസ് പഠിക്കുമ്പം ലാക്കോപ്രോൺ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ് പ്രൊമോട്ടർ റീജിയൻ. അതായത് നമുക്ക് ഈ പ്രോട്ടീൻ സിന്തസിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷൻ ആയിക്കോട്ടെ, ആ ഒരു എക്സ്പ്രഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ജീനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സ്ട്രക്ചറാണ് പ്രൊമോട്ടർ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊമോട്ടർ റീജിയനിലാണ് നമ്മൾ ഈ ഒരു ജീൻ എക്സ്പ്രഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ എലോങ്ങേഷൻ ചെയ്ത് കൊണ്ടുപോകണം, അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ട ആളാണ് കോഡിംഗ് റീജിയൻ എന്ന് പറയുന്നത്. ഈ കോഡിംഗ് റീജിയൻ എന്ന് വെച്ചാൽ ശരിക്കും ആക്ച്വൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഓരോ കോഡോൺസും, ഒരു ട്രിപ്ലറ്റ് കോഡോൺ ആയിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പോകുന്നത് നമുക്കറിയാം. ആ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ ബൈൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊണ്ടുവരുന്ന ആളാണ് കോഡോൺ എന്നൊക്കെ പറയുന്നത്. കോഡോൺസ് അമിനോ ആസിഡിനെയും കൊണ്ടുവരും, അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻസും ഉണ്ടാകും. അപ്പോൾ കോഡോൺ ഇങ്ങനെ സിന്തസൈസ് ചെയ്യാൻ ഒരു റീജിയൻ വേണം, അതാണ് കോഡിംഗ് റീജിയൻ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സിഗ്നൽ
എന്താ എൻഡ് ചെയ്യാനൊരു റീജിയൻ വേണം, അതാണ് ടെർമിനേറ്റർ. ഇങ്ങനെ മെയിൻലി 3 സ്ട്രക്ചറാണ് നമ്മുടെ ജീനിന് ഉണ്ടായിരിക്കുക. ഇപ്പം ഞാനൊരു ഓപ്രോണിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചത്. ഓപ്രോൺ എന്ന് പറയുന്നത്, ലാക്ക് ഓപ്രോൺ എന്ന് പറയുന്നത് ഒരു റെഗുലേറ്ററി ജീനിന് എക്സാമ്പിൾ ആണ്, ടൈപ്പ് ഓഫ് ജീനിൽ വരുന്ന ഒരു ജീനാണ്. അതിൽ തന്നെ ഒരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ടാകും, ഒരു ഓപ്പറേറ്റർ റീജിയൻ ഉണ്ടാകും, ലാസ്റ്റ് ഇവിടെ ഒരു ടെർമിനേറ്റർ റീജിയൻ ഉണ്ട്. ഈ ഒരു ഓറഞ്ച് കളർ കാണിച്ചേക്കുന്നതാണ് അതിൻ്റെ ടെർമിനേറ്റർ റീജിയൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ഓരോ ടൈപ്പ് ജീനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ വേറെയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഇടുന്നതായിരിക്കും. Then genes code for protein. ജീൻ എങ്ങനെയാണ് ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യുന്നത്? നമ്മൾ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അറിഞ്ഞാൽ മതി. അപ്പോൾ എന്താണ് സെൻട്രൽ ഡോഗ്മ എന്ന് വെച്ചാൽ, നമുക്ക് DNA ഉണ്ടാവുമല്ലോ, ആ DNAക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? DNAയിൽ നിന്ന് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ഉണ്ടാകുന്ന പ്രോസസ്സാണ്. DNA ഡബിൾ സ്റ്റാൻഡ് ബ്രേക്ക് ചെയ്ത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള mRNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആ mRNA, ആ മെസ്സഞ്ചർ RNAയിൽ നിന്നാണ് ബാക്കി റൈബോസോമൽ RNAയും tRNA ഒക്കെ കൂടി ചേർന്ന് ട്രാൻസ്ലേഷൻ എന്നുള്ള പ്രോസസ്സ് വഴി പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ഉണ്ടാക്കും. അതുകൂടാതെ ഈ RNAക്ക് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് തിരിച്ച് DNAയും ആകാം. അപ്പോൾ ഇതിനെയാണ് സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ജീൻ എങ്ങനെയാണ് ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ DNA ഉണ്ടാക്കിയിട്ടുള്ളത് ജീൻസ് കൊണ്ടാണല്ലേ. ആ ഓരോ സെഗ്മെന്റിലും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്നിട്ട് പ്രോട്ടീൻ ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ഓരോ ക്യാരക്ടേഴ്സും എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ ഫങ്ഷൻസിനും ട്രേറ്റിനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രോട്ടീനാണ്. ഇപ്പം സ്കിൻ കളർ ആണെങ്കിൽ ആ സ്കിൻ കളറിനെ കോഡ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ടായാൽ മാത്രമേ അവിടെ സ്കിൻ കളർ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് എങ്ങനെയാണ് ജീൻസ് പ്രോട്ടീനെ കോഡ് ചെയ്യുന്നതെന്നുള്ള ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രോസസ്സ്. അത് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഇടുന്നതായിരിക്കും. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജീൻ. മെയിൻലി 3 ടൈപ്പ് ജീനാണ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് സ്ട്രക്ചറൽ ജീൻ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതായത് DNA-യിൽ നിന്ന് mRNA ഉണ്ടായി, mRNA പ്രോട്ടീൻ ഉണ്ടായി. അങ്ങനെ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന ജീനെയാണ് സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ജീൻസും സ്ട്രക്ചറൽ ജീനാണ്, പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനാണ്. അതിൽ തന്നെ റെഗുലേറ്ററി ജീൻസ് ഉണ്ട്, അതായത് എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. എക്സ്പ്രഷൻ ഉണ്ടാകണമെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാകണം അല്ലേ. ആ പ്രോട്ടീൻ്റെ സിന്തസൈസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ഉണ്ട്, അതിനെയാണ് റെഗുലേറ്ററി ജീൻസ് എന്ന് പറയുക. ആ ഒരു റെഗുലേറ്ററി ജീൻസിന് എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ കണ്ട ലാക്ക് ഓപ്രോൺ എന്ന് പറയുന്നത്. ലാക്ടോസ് ഓപ്രോൺ ആണ്, ലാക്ടോസിന്റെ പ്രസൻസിലാണ് ഈ ഒരു ജീന് റെഗുലേഷൻ നടക്കുന്നത്. ഇത് രണ്ടും കൂടാതെ ഉള്ള ഒരു ജീനാണ് സ്യൂഡോ ജീൻ എന്ന് പറയുന്നത്. അതായത് നോൺ ഫങ്ഷണൽ റെമിനൻസ് ആണ്, അതായത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ്, DNA-യുടെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ജീനാണ്, പക്ഷെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഒന്നും പെർഫെക്റ്റ് അല്ല, ഒരു കഷ്ണം റെമിനന്റ് ആയിട്ടുള്ള ഒരു പീസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ആയിട്ടുള്ള ജീൻസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് നമുക്ക് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ, ഹ്യൂമൻസിന് അപ്രോക്സിമേറ്റ്ലി 20,000 മുതൽ 25,000 ജീൻ വരെ ഹ്യൂമൻസിലാകെ മൊത്തം ടോട്ടൽ കാണുന്നുണ്ട് അവരുടെ ബോഡിയിൽ. പിന്നെ എന്താ, നമുക്ക് DNA ഉണ്ടെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഈ DNA-യിൽ 99.9% ഹ്യൂമൻ DNA ഐഡന്റിക്കലാണ്. അതായത് ജീനിൽ അടങ്ങിയിരിക്കുന്ന സ്ട്രക്ചർ എല്ലാ ആൾക്കാരിലും 99.9% ഐഡന്റിക്കലാണ്. ആ ഒരു 0.1% ആണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, ബനാനാസ്, നമ്മളുടെ പഴമില്ലേ, ആ പഴത്തിലുള്ള ജീൻസ് വരെ സം ജീൻസ് നമ്മളുടെ പോലെ ഉണ്ട് എന്നാണ് പറയുന്നത്. ജീൻസ് ആർ ഇൻഹെറിറ്റഡ് ഫ്രം പാരൻസ്. അപ്പം നമുക്കറിയാം അല്ലേ, ഹെറിഡിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ്. പാരന്റിൽ നിന്ന് ജീൻസ് വഴിയാണ് ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് എത്തുന്നത്. ഓക്കെ, ആ ഒരു പാരന്റിൽ നിന്ന് നമുക്ക് എത്തുന്ന ജീനാണ് ഐ കളർ പോലെയും നമ്മളുടെ ബ്ലഡ് ടൈപ്പും സ്കിന്നിൻ്റെ ടോണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് പാരന്റിൽ നിന്ന് കിട്ടുന്നത്. സോ ഇത്രയാണ് എന്താണ് ജീനിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ, ഒരു ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുന്നേ അറിയാനുള്ളത്. സോ ഇത് പക്കയാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.